പരോക്ഷമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ചെറുതല്ല വളർച്ച. കോൺഗ്രസ് മുനിസിപ്പാലിറ്റിയിൽ വളർന്നിരിക്കുന്ന 4000-ലധികം വോട്ടിൻ്റെ വളർച്ചയാണ്. മാത്രവുമല്ല, മൊത്തം കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ 15,000 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. ജയചന്ദ്രൻ മാഷേ, പാലക്കാടിനെ നോക്കണ്ടേ BJPക്ക്? ഒരു ചക്ക കൊയ്ത് മുയലിനെ കിട്ടിയെന്ന് വിളിച്ച് ലിജുവിനോട് ഞാനിത് ആശയപരമായ വിജയമാണ് എന്നൊന്നും മിസ്റ്റർ ലിജു നിങ്ങൾ അഹങ്കരിക്കരുത്. നോക്കൂ, SDPIയുടെ വിജയമാണിത്. ആങ്ങളെ ചത്താലും BJPയുടെ കണ്ണീര് കാണണം എന്നുള്ള മോഹമാണ് നിങ്ങൾക്കെങ്കിൽ ഞാനിത് സന്തോഷിക്കുന്നു. ഇത് പണ്ട് പഞ്ചാബിലും ഇതേ ആഹ്ലാദം നിങ്ങൾക്കുണ്ടായിരുന്നു സർ. ഒരു ഭീന്ദ്രംവാലയെ തോളിലേറ്റ് നടന്നപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചിരുന്നു അന്ന് BJPയെ തോൽപ്പിച്ചുവെന്ന്. പക്ഷെ അതിന് നിങ്ങൾ കൊടുക്കേണ്ടി വന്ന വില ഇന്ന് ലിജുവിന് ഓർക്കണോ? ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. അല്ല, പക്ഷേ ജയചന്ദ്രൻ മാഷേ, നമ്മൾ കോൺഗ്രസിന്റെ വിജയത്തെ വില കുറച്ച് കാണലല്ലേ. 18,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയ ഒരു പാർട്ടിക്ക് SDP ആ മണ്ഡലത്തിൽ എത്ര വോട്ടുണ്ടാവും? കൂടിപ്പോയ 4,000 വോട്ടുണ്ടാവും. ആ 4,000 വോട്ടിൽ 3,000 പോൾ ചെയ്തിട്ടുണ്ടാവും. അത് കുറച്ചുള്ളൂ. നിങ്ങൾ ബാക്കി 15,000 വോട്ടില്ലേ? ഡോക്ടർ അരുൺ, ഞാൻ പഠിച്ച കണക്ക് വെച്ച് 53,080 വോട്ട് കിട്ടിയ കോൺഗ്രസിന് 58,359 വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വോട്ടിലുണ്ടായ വർധനവ് 5,309 ഡോക്ടർ അരുൺ പറഞ്ഞ കണക്ക് വെച്ച് ഈ 4,000 SDP-യുടേതാണെന്ന് സമ്മതിച്ചാൽ അവിലും മലരും കരുതി വെക്കാനും കുന്തിരിക്കം കത്തിക്കാനും പറഞ്ഞവർ ഇന്ന് താൽക്കാലികമായ ഒരു 3,000-4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ട് അവർ കേരളത്തിന് കൊടുക്കേണ്ടി വരുന്ന വില പഞ്ചാബിൻ്റെ മുൻപിൽ നമ്മൾ ചന്തിക്കേണ്ടി വരും. തൽക്കാലം നമുക്ക് ആഹ്ലാദിക്കാം BJP തോറ്റുവെന്ന്. ഇത് പണ്ടുമുണ്ടായിരുന്നു. 2 സീറ്റൊക്കെ ആയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതൊന്നും പറയുമ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ വിജയത്തെയോ BJPയുടെ പരാജയത്തെയോ അല്ലെങ്കിൽ ഉണ്ടായ കുറവിനെയോ കുറച്ച് കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വവും BJPയും CPM-ഉം ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിങ്ങളുടെ പാലക്കാട്ടെ വിജയത്തെ അപ്രസക്തമാക്കാൻ ശ്രമിക്കുന്നത് ഈ വാദം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. നിങ്ങൾ SDP-യുടെ വോട്ട് വാങ്ങി ജയിച്ചു. പക്ഷെ മറുഭാഗത്ത് നിങ്ങളുടെ പെർസെൻറ്റേജിൽ, നിങ്ങളുടെ ഭൂരിപക്ഷത്തിലുള്ള വർധനവ് അവർ കാണുന്നില്ല. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ, ലീഗ് പ്രവർത്തകരുടെ വർക്കായിട്ട് കാണുന്നില്ല. പിരായിരിയിൽ മാത്രമല്ല, നിങ്ങൾ മാത്തൂരിലും കണ്ണാടിയിലും നേടിയ ലീഡ് കാണുന്നില്ല. SDP-ക്ക് വളരെ കുറച്ച് മാത്രം വോട്ടുകളുള്ള മുനിസിപ്പാലിറ്റിയിൽ നിങ്ങളുടെ വിജയത്തെ ഇവർ രണ്ടു കൂട്ടരും ഒരേപോലെ കാണുന്നില്ലല്ലോ ലിജു. അരുൺ, ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നിങ്ങളൊരു ബസ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ബസ്സിൽ സഞ്ചരിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു പ്രോഗ്രാം. അപ്പോൾ അന്ന് എന്നോട് ആ ഇൻ്റർവ്യൂവിനകത്ത് ചോദിച്ചു, നിങ്ങൾ എത്ര വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ തവണ ഞങ്ങൾ 54,000 വോട്ടാണ് ഷാഫി പറമ്പിലിന് കിട്ടിയത്. ഞങ്ങൾ ഇത്തവണ 55,000, ഞങ്ങളുടെ ടാർഗറ്റ് 60,000 എന്ന് ഞാൻ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അഭിപ്രായം എന്നുള്ളതല്ല, ഞങ്ങളുടെ അസസ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ അസസ് ചെയ്ത് ഞങ്ങളിട്ട ടാർഗറ്റ് ആയിരുന്നു 60,000 വോട്ട്. ഈ 60,000 വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരമാവധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ CPM-ൻ്റെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, BJP-യുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ ഒത്തിരി പ്രസ്ഥാനങ്ങളുടെയും നിഷ്പക്ഷമതികളുടെയും വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ BJP-യുടെ ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അവരുടെ വോട്ടുകൾ അല്ല, ഞാൻ SDP-യുടെ വോട്ടൊന്നും ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന് ചിലപ്പം ഇവരുടെ എല്ലാ വോട്ട് ലഭിച്ചിട്ടുണ്ടാകും. ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ SDP-ക്കാർ അവർ സ്ഥാനാർത്ഥി നിർത്തിയില്ല, അവരുടെ വോട്ട് ലഭിച്ചിട്ടുണ്ടാകും. BJP-യുടെ വോട്ട് ലഭിച്ചിട്ടില്ലേ? ഞാൻ ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾക്ക് 50,000 വോട്ടുണ്ടായിരുന്ന ഒരു നിയമസഭാ മണ്ഡലം, കഴിഞ്ഞ പാർലമെൻറ്റിലും നിങ്ങൾക്ക് 45,000 ആ റേഞ്ച് നിങ്ങൾക്ക് വോട്ട് ലഭിച്ചു. നിങ്ങൾക്ക് എന്തുകൊണ്ട് 38,000 വോട്ടായില്ല? SDP-ക്ക് ഞങ്ങൾക്ക് ലഭിച്ച വോട്ടുകളുടെ എല്ലാം വർധന SDP-യുടെ വോട്ടാണോ? നിങ്ങളുടെ വോട്ട് എവിടെ പോയി? നിങ്ങളെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് 6,000 വോട്ടായിരുന്നു നിയമസഭയിൽ പാലക്കാട്ട് ലീഡ്. ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ പോലും 650 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റി പിന്നിൽ പോയി? നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കാഞ്ഞിട്ടാണോ? അപ്പോൾ ജയചന്ദ്രൻ മാഷെ, നിങ്ങളുടെ വോട്ടെല്ലാം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ 60,000 വോട്ടിൻ്റെ ടാർഗറ്റിൽ നിങ്ങളുടെ വോട്ടുകളുണ്ട്. നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വലിയ വോട്ട് ചോർച്ച ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. CPM-ൻ്റെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ചേലക്കരയിലും ഉണ്ടായിരുന്നു കേട്ടോ അരുൺ. ചേലക്കരയിൽ ഞങ്ങൾ ശക്തമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം ഒരു ഘടകമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചേലക്കരയിൽ.
സ്ഥാനാർത്ഥിയുടെ CPM കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം അവിടെ ഒരു ഘടകമായിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം അതായത് ചേലക്കരയിൽ നിലവിൽ പ്രദീപിന് 2016 മത്സരിക്കുമ്പോൾ കിട്ടിയ 10,200 എന്നുള്ളത് 12,201 ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ തന്നെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ 39,000 കൂടുമായിരുന്നല്ലോ. അങ്ങനെ ഒരു വേണമെങ്കിൽ ലോജിക്കലായിട്ട് വിലയിരുത്തിക്കൂടെ? അങ്ങനെയല്ല, നമ്മൾ വോട്ടിൻ്റെ എണ്ണമാണ് കണക്കിലെടുക്കേണ്ടത് അരുൺ. നിങ്ങൾക്ക് ഇവിടെ പിന്നെ CPM 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് 83,000 അത് കഴിഞ്ഞ ലോക്സഭയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും 62,000-ൽ പരം വോട്ടുകൾ അവർക്കവിടെ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 40-കളിലായിരുന്നു ഞങ്ങളവിടെ. അവിടെ നിന്നാണ് ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നത്. ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത വോട്ടിന് അത്ര എത്തിയില്ല എന്നുള്ളത് സത്യമാണ്. കുറേ വോട്ടുകൾ അവിടെ ഭിന്നിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് രാധാകൃഷ്ണനായിട്ട് പോലും